സീറോ മലബാർ സഭയുടെ നിർണായകമായ സിനഡ് സമ്മേളനം പുരോഗമിക്കുന്നതിനിടെ സഭാ ആസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ സന്ദർശനം ചർച്ചയാകുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ഉന്നത സഭാ നേതാക്കളുമായി 1 മണിക്കൂറിലധികം രഹസ്യ കൂടിക്കാഴ്ച നടത്തി. സഭയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വിള്ളലുണ്ടാകാതെ സംരക്ഷിക്കാനും സഭാവിശ്വാസികളുടെ പിന്തുണ ഉറപ്പാക്കാനുമുള്ള കോൺഗ്രസിന്റെ നീക്കമായിട്ടാണ് ഡിന്നർ മീറ്റിംഗ് വിലയിരുത്തപ്പെടുന്നത്. പൈലറ്റ് വാഹനവും ഔദ്യോഗിക കാറും ഒഴിവാക്കി ഇന്നലെ രാത്രി 9:15 സതീശൻ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെത്തിയത്. സിനഡ് നടക്കുന്ന വേളയിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനം നൽകുന്ന പതിവ് ഇല്ലാത്തതിനാൽ സതീശന്റെ സന്ദർശനം കൗതുകമായി. സഭാ നേതൃത്വത്തോടൊപ്പം തന്നെ അത്താഴ വിരുന്നിലും പങ്കെടുത്താണ് മടങ്ങിയത്. സഭാ നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു വരുത്തിയതാണോ അതോ അദ്ദേഹം സ്വയം എത്തിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സിനഡിൽ സഭാപരമായ വിഷയങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനിടയിലുള്ള ഈ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴി തുറന്നേക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും സഭയ്ക്കുള്ളിലെ തർക്കങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പൈലറ്റ് വാഹനമില്ലാതെ രാത്രിയിൽ നടത്തിയ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും അടുത്തിരിക്കെ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം മുന്നണികൾക്ക് നിർണായകമാണ്. മധ്യകേരളത്തിലെ സഭയുടെ സ്വാധീനം UDFന് തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കാനുള്ള അന്തിമ ശ്രമങ്ങൾ സിനഡിൽ നടക്കുന്നുണ്ട്. വിശ്വാസികൾക്കിടയിലെ അതൃപ്തി വോട്ടായി മാറുമോ എന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. സഭാ നേതൃത്വവുമായി അടുക്കാൻ BJP നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യവും ഈ സന്ദർശനത്തിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു.